Good morning, all. Good morning, ma'am. Okay, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? നമ്മള് കഴിഞ്ഞ ദിവസം അല്ലെ നമ്മുടെ ഓർഗനൈസേഷന്റെ ബിഹേവിയറിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് കഴിഞ്ഞു അല്ലെ, പുതിയതായിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ അല്ലെ, നമുക്കറിയാം ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബിഹേവിയറിന്റെ ആ ഒരു അടിസ്ഥാനം അല്ലെ, അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ആശ്വസിക്കോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എവിടെ വരെയാ എടുത്ത് നിർത്തിയത്? Physical difference വരെ. അപ്പൊ നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസുകളാണ് കണ്ടത് അല്ലെ. അവിടെ നമ്മൾ കണ്ടിരുന്നു സാധാരണയായിട്ട് രണ്ട് തരത്തിലെ ഇൻഡിവിജ്വൽസിന് ഡിഫറൻസ് ഉണ്ട്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസുകളും ഉണ്ട്, അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയേരെ. കാരണം സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെയാണ്, എങ്കിലും ഏതൊക്കെയാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസിൽ പെടുന്നത് അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള എന്തൊക്കെ ഡിഫറൻസ് ആണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നത്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ചോദിച്ചു കാണാറുണ്ടോ? അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോയേരെ. ഓക്കെ, അപ്പോ നമ്മള് വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറൻസുകളെ കുറിച്ചിട്ട് പറഞ്ഞു, ഒരു ഇൻഡിവിജ്വലിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? അറ്റ് എനി ടൈം ഓഫ് organization attempts to assess the individual difference among its employees, it must consider the situation in which the behavior of person individuals who are ratified in one context may prove to be disrupted in another context. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം വ്യക്തിത്വങ്ങള് വ്യത്യസ്തമാണ് എന്നുള്ളത്. അവരുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും വ്യത്യസ്തമാണ്, മാനസികമായിട്ടുള്ള കാര്യങ്ങളും വ്യത്യസ്തമാണ് അല്ലെ. അതായത് വ്യത്യസ്ത കഴിവുകളുള്ള പേഴ്സൺസ് ആണ്. അതേമാതിരി തന്നെ ഫിസിക്കലായിട്ട് നമ്മൾ എടുത്തു നോക്കിയപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കാണുന്നില്ല?
ആണോ? കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, ഇത്തരത്തില് വ്യത്യസ്തമായിട്ട് അല്ലെ ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഓക്കെയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് കഴിവുകളും വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി പറയുകയാണ് at any time an organization attempts to assess the individual difference among its employees, it must consider the situation in which behavior of the individual. അതായത് അതില് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറൻസുകളുണ്ട്. അതേസമയം അവരുടെ ആ ഒരു പ്രത്യേകമായിട്ട് മസ്റ്റ് കൺസിഡർ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ബിഹേവിയർ ഓഫ് ദസ്, അല്ലെ ഒരു എവിടെയാണ് അവര് ഏത് ആ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിന് അനുസൃതമായിട്ടാണ് അവരുടെ വേരിയേഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ പേഴ്സൺസ് ഒക്കെ ഡിഫറെന്റ് ആണെന്നുള്ളത് അവർക്ക് മാനേജ്മെന്റിനൊക്കെ കൃത്യമായിട്ട് അറിയാം. ദെൻ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എത്രത്തോളം അവർക്ക് വേരിയേഷൻ ഉണ്ട് അതാണ് ക്ലിയർ ആയിട്ട് അല്ലെ ഒരു സ്ഥാപനം നടത്തിക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു നല്ല എന്താ പറയുക ബോഡി ലാംഗ്വേജിൽ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലെ. അവിടെ ആ ഒരു ബോഡി ലാംഗ്വേജിനേക്കാൾ അപ്പുറം ആ ഒരു എബിലിറ്റി അല്ലെ, അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ സിൻസിയോറിറ്റി അല്ലെ, അവരെ കൃത്യമായിട്ട് പെർഫോം ചെയ്യാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ്, അതിനാണ് കൂടുതൽ പ്രാധാന്യമായിട്ട് വരുന്നത്. അപ്പൊ അതിന് ആ ഒരു ബിഹേവിയർ എത്രത്തോളം ആ ഒരു സിറ്റുവേഷൻ അവിടെ കൈകാര്യം ചെയ്തു, ആ സിറ്റുവേഷൻ ആണ് അവരെ ഇത് ചെയ്യാനൊക്കെ ആയിട്ട് ഘടകമാക്കി മാറ്റുന്നത്. Individuals who are gratified in one context may prove to be disgruntled in another context. അതായത് നമ്മൾ ഇപ്പൊ എപ്പോഴും എന്താണോ അവര് സാറ്റിസ്ഫൈഡ് ആകണം അല്ലെ, അവിടെയുള്ള എംപ്ലോയീസ് എപ്പോഴും എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണം. കാരണം അതിന് അപ്പുറം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ അല്ലെ തീർച്ചയായിട്ടും എന്താണ് അവിടെ ആ ഒരു പെരുമാറ്റ രീതി അവർ കൃത്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ അസന്തുലിതാവസ്ഥ ഒന്നും ഉണ്ടാവരുത്. അതായത് എപ്പോഴും അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകണം. Then assessing both the individual difference and contribution in relation to inducements and context, then is a major challenge for organization as they attempt to establish effective psychological contacts with their employees and achieve optimal fits between people and jobs. ഓക്കെ, നമ്മളെപ്പോഴും എന്താണ് വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചലഞ്ചസ് അല്ലെ. പ്രധാനമായിട്ടും അവിടെയുള്ള മാനേജ്മെന്റിന്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വ്യക്തികളെ അവരെ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തണം അല്ലെ. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ദുർഭംഗി അനുസരിച്ചിട്ടോ ഒന്നല്ല, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവരെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി കൈകാര്യം ചെയ്യാനായിട്ട് അവരെത്രത്തോളം പ്രാപ്തരാണ് അല്ലെ, അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട എന്താണ് മാനേജ്മെന്റിനെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതായത് തൊഴിലുടമയെ സംബന്ധിച്ച് തൊഴിലാളികൾ ഒരുപാട് പേര് അവിടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ അവര് വ്യത്യസ്ത ക്യാരക്ടറും വ്യത്യസ്ത ബോഡി ലാംഗ്വേജ് ഒക്കെ ഉള്ളവരാണ്. പക്ഷെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവരെങ്ങനെയാണ് അവരുടെ എബിലിറ്റി അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്താണ് മസ്റ്റായിട്ടും അവിടെ ആ തൊഴിലുടമകൾക്ക് അല്ലെങ്കിൽ ആ മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. നമുക്ക് അങ്ങനെ ഒരു ഫിറ്റ് ആയിട്ട് ഒരു മാക്സിമം ഇതിൽ കുഴപ്പമില്ലാതെ ആ ജോലി ചെയ്യാനായിട്ട് യോഗ്യമായ വ്യക്തികളെയാണ് തീർച്ചയായിട്ടും എന്താണ് മാനേജ്മെന്റ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ, നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലെ. ഒരു തൊഴിൽ എന്ന് പറയുമ്പോൾ ആ തൊഴിലിനെ യോജിച്ച വ്യക്തിയാണോ എന്ന് പറയുന്നത് അവരുടെ ഷേപ്പോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായിട്ടുള്ള പേഴ്സണാലിറ്റി കാര്യങ്ങളും കൊണ്ട് മാത്രമല്ല, അതിന് വ്യത്യസ്തമായിട്ട് ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ചെയ്യാനുള്ള ഒരു കഴിവ് അത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത്, അതായത് മാനേജ്മെന്റിനെ കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. Then individual difference make the managers' job endlessly challenging. In fact, according to the recent research, variability among workers is substantial at all levels, but increased dramatically with job intricacies. Okay, നമ്മളിങ്ങനെ കുറെ പുതിയ വേർഡുകളൊക്കെ ഉണ്ട് ഇതിലല്ലേ. പക്ഷെ അതില് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സത്യത എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി നല്ല കഴിവുള്ള യോഗ്യരായ വ്യക്തികളെ കണ്ടെത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്.
അതായത് നമ്മള് അല്ലെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിനെയൊക്കെ കണ്ടെത്തുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് അതിന് അനുയോജ്യമായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ഫാക്ട് യഥാർത്ഥത്തില് അക്കോർഡിംഗ് ടു റീസെന്റ് റിസർച്ച് അവിടെ അല്ലെ ഈ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവര് ജോബിനോട് യോജിച്ചല്ലേ സങ്കീർണമായിട്ടുള്ള ഈ ജോലി അല്ലെങ്കിൽ ഏത് ജോലി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും റിസർച്ച് നടത്തേണ്ടത്. ഏത് തൊഴിലാളിയെ സംബന്ധിച്ചും റിസർച്ച് നടത്തി കണ്ടെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജോലി എന്താണോ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലിയിൽ കൃത്യമായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. Due to this reason, growing workforce diversity compels managers to view individual difference in a fresh way. Okay. നമുക്കറിയാം മാനേജ്മെന്റില് ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും വർദ്ധിച്ചാലേ നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ ഇൻഡിവിജ്വൽസിനും അത് ക്യാരി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം അല്ലെ. ലീഡേഴ്സ് നൗ ടോക്ക് ഫ്രീക്വന്റ്ലി അബൌട്ട് വാല്യൂയിങ് ഡിഫറൻസ് ആൻഡ് ലേണിംഗ് ടു മാനേജ് ഡൈവേഴ്സിറ്റി. ഓക്കെ, അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ് ഈ പറഞ്ഞ ആ ഒരു മൂല്യത്തിന് അല്ലെ അതിന്റെ ഡിഫറൻസ്, അതായത് ആ വ്യക്തിക്ക് കഴിവുറ്റ ആ ഒരു വ്യക്തിത്വം അല്ലെ ആ ഒരു വാല്യൂവിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കാണേണ്ടത്. അത് പഠിച്ചെടുക്കുക അല്ലെ. മാനേജ്മെന്റ് അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. വ്യത്യസ്ത ഡൈവേഴ്സ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സും മനോഭാവങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൽ നിന്ന് ഏറ്റവും പോസിബിൾ ആയവരെ കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. So rather than limiting diversity as in the past, today's managers need to better understand and accommodate employee diversity and individual difference. ഓക്കെ, അപ്പൊ അതായത് പ്രധാനമായിട്ടും അല്ലെ ഫസ്റ്റ് ഈ പഴയ കാലഘട്ടം അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല അല്ലെ അവരെ കണ്ടെത്തുക എന്നുള്ളത്. പുതിയ കാലഘട്ടം ആയതുകൊണ്ടാണ് അവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടം കൂടിയും ബുദ്ധിമുട്ട് അല്ലെ. Today's managers need to better understand and accommodate employees diversity and individual difference. ഇങ്ങനെ വ്യക്തികളുടെ ഡിഫറൻസുകളൊക്കെ മനസ്സിലാക്കണം. അവരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്തിനോടും അറ്റാച്ച് അക്കോമഡേറ്റ് ചെയ്യുന്ന അതിനോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ടുള്ള പ്രത്യേക കഴിവുള്ള പേഴ്സൺസ് ആണോ എന്ന് വിലയിരുത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്തായാലും ടെക്നിക്സുകളൊക്കെ എന്താണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്ന വ്യക്തികളെ മാത്രമാണ് നമുക്ക് എന്താണ് ജോലിയിലേക്ക് അല്ലെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് വളരെ പ്രധാന അല്ലെ മാനേജേഴ്സിന് ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതില് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഐഡിയാസ് അല്ലെ ജസ്റ്റ് ഒന്ന് വ്യക്തികളെ നല്ല അല്ലെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. വ്യക്തികളുടെ കുറെ കഴിവുകളോ അവരുടെ രൂപഭംഗികളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള മനോഭാവങ്ങളൊക്കെ പെട്ടെന്ന് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ജോലി ആ ജോലിയുടെ സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് പോവുക, അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബാണ്. ആരെ സംബന്ധിച്ച് മാനേജറിനെ സംബന്ധിച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ്. ഞാൻ എന്താണ് അവിടെ വെറുതെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ആര് പ്രത്യേകിച്ചൊന്നുമില്ല. വാട്ട് ആർ ദ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡിഫറൻസസ് അല്ലെ നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ച് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസുകളൊക്കെ താരതമ്യം ചെയ്ത് നമുക്കറിയാം. ചില കാര്യങ്ങൾക്ക് എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഇത് കൂടി വേണം അല്ലെ. ചില ജോലികൾക്കൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മാത്രമാണ് ജോലിക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ചിലതിന് നമുക്കറിയാം അല്ലെ നമ്മള് എന്താണ് നമ്മുടെ സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ എടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ അല്ലെ അതിന് യോഗ്യമായ കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മാത്രമേ എന്താണ് നമ്മുടെ പ്രത്യേകമായിട്ട് രൂപഭംഗി നോക്കുന്ന ചില ജോലികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറം എന്താണ് ചില ജോലികൾക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ സൈക്കോളജിക്കൽ ആയിട്ടോ അല്ല അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസുകളുടെ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമൊന്നുമില്ല. അവരെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അവരുടെ നോളജ് പുറത്തെടുക്കാനുള്ള ഒരു എബിലിറ്റി അതാണ് കൃത്യമായിട്ട് തന്നെ നോട്ടീസ് ചെയ്യേണ്ടത്. ഇനി അവിടെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. അതായത് ഈ പറഞ്ഞ വ്യക്തികളുടെ ആ ഒരു കഴിവുകൾ അത് എങ്ങനെയാണ് ചെയ്തു പോകുന്നത് അല്ലെ. ചില വ്യക്തികൾക്ക് ചിലതിന് പ്രത്യേക പ്രാവണ്യം അത് മനസ്സിലാക്കി എടുത്തിട്ട് വേണം. ഇപ്പൊ
അല്ലേ ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. ഡോക്ടേഴ്സ്, നഴ്സുമാര്, സ്വീപ്പർമാര്, ടെക്നീഷ്യന്മാര്, അങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് അവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ അല്ലെ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടാവാം, ലേബർ റൂമിലുണ്ടാവാം, എന്താണ് ഔട്ട് പേഷ്യന്റ് ആയിട്ട് അല്ലെ സമ്പർക്കം പുലർത്തുന്നവരായിട്ട് അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്ത നഴ്സുമാര് അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ട്. സോ നഴ്സിംഗ് എന്ന കാറ്റഗറൈസിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സെക്ഷനുകൾ പെറ്റുകൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ക്വാളിഫിക്കേഷൻ ആണ്. എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടും അവരുടെ ചിലതിനെ അല്ലെ ചില ചലഞ്ചിനെ ഫേസ് ചെയ്യാനായിട്ട് ഒരു കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള എമർജൻസി കേസുകൾ അറ്റൻഡ് ചെയ്യാനുള്ള പവർ അല്ലെ ആ വ്യക്തികളുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ആ വ്യക്തികളെ അവിടേക്കൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? എന്താ വരുമ്പോ ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് വരുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ട് പോകുന്ന പേഴ്സൺസും ഉണ്ടാവും. കാരണം അവര് ശാരീരിക അല്ലെ അവരെ അവരെ അക്കാദമിക് ക്വാളിഫിക്കേഷനും എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷെ ചിലതിനെ അഭിമുഖീകരിക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് കുറവായിരിക്കും. ഇല്ലേ? അങ്ങനെ ഒരു എന്തുണ്ടാവാൻ ചാൻസ് ഇല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയിട്ട് ആ ഒരു കാര്യത്തിന് പ്രാധാന്യത്തോടു കൂടിയിട്ട് പഠിക്കേണ്ട വരുന്നത്. ഓക്കെ. അപ്പൊ ഒരു ജോലി എന്ന് പറയുമ്പോൾ എന്തായാലും സെയിം ഇതൊക്കെ ആണെങ്കിലും ഡിഫറെന്റ് കാറ്റഗറീസിൽ നമ്മൾ കാറ്റഗറി ചെയ്ത് അവർക്ക് ജോലി അലോട്ട് ചെയ്ത് കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മാത്രമാണ് അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്വാളിഫിക്കേഷൻ സെയിം ആണെങ്കിൽ കൂടി അവരെ ആ ഒരു കപ്പാസിറ്റി അല്ലെ അവരെ ആ ഒരു പ്രത്യേക ഓക്കറൻസ് അതായത് പ്രത്യേക ഒക്കേഷനിൽ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യാനായിട്ട് പ്രാപ്തരാകുന്നത് അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് അതൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. എസ്പെഷ്യലി നമുക്കറിയാം ഈ ഹോസ്പിറ്റൽ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പലതിനെയും നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ അവര് പൊരുത്തപ്പെട്ടു പോകുന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്റർ നമുക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു പോകേണ്ടതായിട്ട് വരുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റാർട്ട്സ് അറ്റ് ബർത്ത് ആൻഡ് പെർസിസ്റ്റ് ത്രൂ ഔട്ട്. ഓക്കെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം ഇന്നലെ ജനിക്കുമ്പോൾ മുതൽ അവരുടെ വ്യക്തിത്വ വികസനം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. നമുക്കറിയാം അല്ലെ അവരെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മാതൃക അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് അനുസരിച്ചിട്ടായിരിക്കും അല്ലെ നമ്മള് എന്താണ് മലയാളികള് ജനിക്കുമ്പോൾ തന്നെ എങ്ങനെയാണോ അങ്ങനെയൊക്കെ നമ്മൾ അല്ലെ തർജ്ജിമയൊക്കെ ചെയ്ത് ഗവേഷണങ്ങളൊക്കെ നടത്തി കാണാറുണ്ട്. കാരണം അത് ജന്മനാ തന്നെ അവൻ ഏൺ ചെയ്തെടുക്കുന്ന കുറെ പേഴ്സണാലിറ്റി വ്യക്തിത്വങ്ങളുണ്ട് അല്ലെ വ്യക്തിത്വ കാര്യങ്ങളൊക്കെ ദെൻ അവൻ ഗ്രോ ചെയ്യും തോറും അത് വളർന്നുകൊണ്ടിരിക്കും തോറും അവൻ ഡെവലപ്പ് ചെയ്തെടുക്കും. അത് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ജന്മനാ കുടുംബത്തിൽ നിന്നൊക്കെ അവൻ കുറെയൊക്കെ സമ്പാദിക്കും, സ്വയമേ സമ്പാദിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ദ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റാർട്ട്സ് അറ്റ് ബർത്ത് ആൻഡ് പെർസിസ്റ്റ് ത്രൂ ഔട്ട് അല്ലെ. അത് നിലനിർത്തി കൊണ്ടുപോകുന്നു, തുടർന്നും അത് നിലനിർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. എപ്പോഴാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെ ബിഗിൻ ചെയ്യുന്നത് അല്ലെ നമുക്കറിയാവുന്നതാണ്. ബർത്ത് പ്ലേസ് സമയം തുടങ്ങിയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Then 3 major types of factors play a key role in personality formation. They are determinants, stages and traits. അല്ലെ അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കീ എലമെന്റ്സ് ആയിട്ട് കീ റോൾ ആയിട്ട് പേഴ്സണാലിറ്റി ഫോർമേഷനിൽ വരുന്നത്. അത് ഒന്നാമതായിട്ട് ഡിറ്റർമിനൻസ് അല്ലെ. അവിടെ ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിർണായകമായിട്ടുള്ള പല ഘടകങ്ങളും അതിനെ ആശ്രയിക്കുന്നുണ്ട്. തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജുകൾ അല്ലെ ഘട്ടങ്ങൾ ആയിട്ടാണ് നമ്മൾ അത് നേടിയെടുക്കുന്നത്. അതേമാതിരി ട്രേറ്റ്സ് സ്വഭാവങ്ങളിലൊക്കെ നമുക്കറിയാം നിർണായകമായിട്ടുള്ള കുറെ ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. then ഓരോ ഘട്ടം അല്ലെ ചിലപ്പം അതിനുശേഷം അങ്ങനെ ഗ്രോത്ത് അനുസരിച്ചിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മൾക്കറിയാം അത് ഡെവലപ്പ് ചെയ്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തിത്വ സ്വഭാവത്തിലേക്കാണ് അത് മാറുന്നത് അല്ലെ. അപ്പൊ കീ എലമെന്റ്സ് എന്ന് പറയുന്ന അതായത് കീ റോൾസ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഡിറ്റർമിനൻസ്, then സ്റ്റേജസ് ആൻഡ് ട്രെയിറ്റ്സ്. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റേജസുകളിലൂടെ നമുക്കറിയാം കുട്ടിയായിരിക്കുമ്പോൾ then അത് ഇച്ചിരി കൂടെ ഡെവലപ്പ് ചെയ്ത് അല്ലെ അഡൽട്ട് ആയിരിക്കുന്ന സമയത്തൊക്കെ പിന്നെയാണ് അവര് സ്വന്തം ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സ്വഭാവ രൂപീകരണത്തിൽ നിന്നാണ് നമ്മളെ വ്യക്തിത്വങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അപ്പോ അത്രയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ. അതായത് ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കുക ബർത്ത് ടൈമിലാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കീ റോൾസ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻസ്, സ്റ്റേജസ് ആൻഡ് ട്രേറ്റ്സ്.
Okay. നിർണായക ഘട്ടങ്ങളിൽ എന്തൊക്കെ പെടുന്നു നോക്കാം അല്ലെ. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നിർണായകമായിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട്. നോക്കാം എന്താണുള്ളത്. The most widely studied determinants of a personality are biological, social and cultural. ഓക്കെ, അതായത് നമുക്ക് ജൈവശാസ്ത്രപരമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ മുതൽ അല്ലെ അതിന്റെ ഒരു സോഷ്യൽ, സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള കുറെ ഘടകങ്ങളൊക്കെ നമ്മളോടൊപ്പം തന്നെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളോടൊപ്പം തന്നെ അത് സാധ്യമായിക്കൊണ്ടിരിക്കും അല്ലെ, അത് വളർന്നുകൊണ്ടിരിക്കും. Hereditary characteristics, example body shape and height, and social context, family and friends, and cultural context, religion and values in which people grow up, interact to shape personality. Okay, ഒരു വ്യക്തിത്വത്തിനെ രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് ജന്മനാ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോ അപ്പന്റെ മാതിരി തന്നെ ഇരിക്കണേന്ന് പറയും അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജനറ്റിക് ആയിട്ടുള്ള കുറെ ഘടകങ്ങൾ ആ കുട്ടിയിലും ജനിക്കുമ്പോ തന്നെയുണ്ട് അല്ലെ. അവരുടെ പൊക്കം അനുസരിച്ചിട്ടുള്ള ചിലപ്പോൾ പൊക്കമൊക്കെ ജനിതകമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജനറ്റിക് ആയിട്ട് അല്ലെ, ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്, ബോഡി ഷേപ്പും ഫീറ്റും ഒക്കെ നമുക്ക് ജനിതകമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളൊക്കെയാണ്. അതേമാതിരി തന്നെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലെ, അതായത് ഫാമിലി ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയൊക്കെ എങ്ങനെയാണോ നമ്മളോട് എങ്ങനെയാണ് അല്ലെ ബഹുമാനിക്കാനും മറ്റുള്ളവരെയൊക്കെ റെസ്പെക്ട് ചെയ്യാനും അല്ലെ എളിമയോടുകൂടി പെരുമാറാനൊക്കെ എങ്ങനെയാണ് ഫാമിലി നമ്മൾ അഭ്യസിച്ചത്, അത് തന്നെയായിരിക്കും നമ്മൾ പിന്തുടരുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മളൊക്കെ അഭ്യസിച്ചു കൊടുത്താലും പിള്ളേരെ കേൾക്കാത്ത കാലഘട്ടമൊക്കെയാണ്. എങ്കിൽ കൂടി നമുക്കറിയാം ജന്മന അല്ലെ കുറച്ചൊക്കെ പാരന്റ്സിന്റെ സപ്പോർട്ടീവോട് കൂടിയിട്ടൊക്കെ എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വരുന്ന കുറെ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ അവരെങ്ങനെയാണോ വ്യാപരിക്കുന്നത് അതിനോട് തന്നെ അനുകരിച്ചായിരിക്കും നമ്മളും അനുകരിച്ചു പോകുന്നത് അല്ലെ. അവരെ പോലെയുള്ള ശൈലികളൊക്കെ തന്നെയായിരിക്കും നമ്മളും വെച്ച് പുലർത്തുന്നത്. അതിന്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, അതായത് നമുക്കറിയാം നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ അല്ലെ മൂല്യപ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെ കുറെ നമ്മൾ റോൾ മോഡൽ ആക്കിയിരിക്കുന്ന ഘടകങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ഒരു ഇൻഡിവിജ്വൽ അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ അല്ലെ മറ്റുള്ളവരെയൊക്കെ റോൾ മോഡലാക്കി ആയിട്ട് സ്വീകരിക്കാനൊക്കെ തുടങ്ങും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്കും അല്ലെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ഘടകങ്ങളെല്ലാം ഒരു പേഴ്സണാലിറ്റിനെ ഷേപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്, അതായത് ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അത് ജനറ്റിക് ആയിട്ട് പാരന്റ്സിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൾച്ചറൽ ആയിട്ട് അല്ലെ നമ്മുടെ സാംസ്കാരിക രീതികൾ, നമുക്കറിയാം നമ്മൾ മറ്റൊരു സ്റ്റേറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടുത്തെ സാംസ്കാരിക രീതികളോട് നമ്മൾ എന്താണെന്ന് നമ്മൾ പകർന്നു നോക്കും അല്ലെ. കാരണം എന്താ, നമ്മൾ ആ സംസ്കാരങ്ങളൊന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ സംസ്കാര രീതി എങ്ങനെയാണോ നമ്മുടെ റിലീജിയൻ അവിടെ മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെയാണ് നമ്മൾ വച്ചു പുലർത്തുന്നത്. സോ അതെല്ലാം എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ബന്ധമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. Then as people grow into the adult phase, their personality become very clearly defined and generally stable. ഓക്കെ, നമ്മളൊരു അഡൽട്ട് ആവുന്ന സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും ഒക്കെ നമുക്ക് അവരുടെ സ്വഭാവം തിരിച്ചറിയാനൊക്കെയായിട്ട് സാധിക്കും. കാരണം ഒരു സ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് എത്തും അല്ലെ. അത്യാവശ്യം അവർക്ക് ഉണ്ടായിരിക്കേണ്ട ബഹുമാന രീതിയും എളിമപ്പെടുന്ന രീതിയും അല്ലെങ്കിൽ അല്ലെ എല്ലാ അല്ലെ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, വണ്ണമുള്ളതാണോ ഭയങ്കര പൊക്കമാണോ അല്ലെ. അതേമാതിരി തന്നെ ഈ പറഞ്ഞ അല്ലെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കുറെ ഘടകങ്ങളും ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഘടകങ്ങളും അതേപോലെ തന്നെ വിശ്വാസ സംബന്ധമായിട്ടുള്ള എല്ലാ കൾച്ചറും ഒക്കെ അവരുടെ സ്വഭാവത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഡിറ്റർമിനൻസിൽ പ്രതിപാദിക്കുന്നത്. ശരിയാണോ? ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റേജസ് ആൻഡ് ട്രെയിൻസ് ആണ്. അതിലപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ബയോളജിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ആയിട്ടുള്ള ഘടകങ്ങൾ ഡിറ്റർമിനൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും എന്താണ് അതായത് ഫേസ് ആകുമ്പോഴേക്കും അവരെ ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ജനറലി സ്റ്റേബിൾ അല്ലെ അവർക്ക് ഒരു ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തും. അവരുടെ സ്വഭാവം എന്താണുള്ളത് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തും എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അല്ലെ എന്താണ് സോഷ്യൽ ആൻഡ് കൾച്ചറലിൽ പെടുന്നത്, അതായത് നമുക്കറിയാം റിലേഷൻ ആൻഡ് വാല്യൂസ് ഒക്കെയാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ പെടുന്നതിനെ കൊണ്ട് ജസ്റ്റ് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഓക്കെ,
ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റേജസ് ആൻഡ് ട്രെയ്റ്റ്സ് ആണ്. സിഗ്മ ഡിഫറെന്റ്. സോ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആസ് എ പ്രോഗ്രസീവ് ത്രൂ 4 സ്റ്റേജസ്. അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് എന്താണ് 4 സ്റ്റേജിലൂടെയാണ് എന്താണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വളർച്ച അല്ലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ലെവലിലേക്ക് കടന്നു പോകുന്നത്. ഒന്ന് ഡിപെൻഡന്റ്, കമ്പൾസീവ്, എഡിബിൾ ആൻഡ് മെച്യൂർ. ഓക്കെ, അതായത് ഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിച്ച് ആണ് കഴിയുന്നത് അല്ലെ. എപ്പോഴും നമ്മൾ ആശ്രിതരായിട്ടാണ് എന്താണ് കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ജനിച്ചു വളരുമ്പോൾ ആശ്രിതത്തിന്റെ മനോഭാവത്തിലാണ് വളർന്നു വരുന്നത്. വീണ്ടും എന്താണ് കമ്പൽസീവ്, നമ്മളോട് പറയും അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്. കാരണം കുട്ടിയായിരിക്കുമ്പോൾ അവന് ഒന്നും അറിയില്ല അല്ലെ. ക്ലാസ് ആണെങ്കിൽ അത് നിൽക്കരുത്, ഫുഡ് അല്ലെ, എല്ലാ കാര്യങ്ങളും ഒരു കൺട്രോളബിൾ ആക്കുന്നു അല്ലെ. അത് തന്നെ അവനെ ജനിക്കുമ്പോ തന്നെ നടത്തം തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ കേസ് സ്വന്തം എണീറ്റ് നിൽക്കാൻ അല്ലെ, സ്വയമേ അവരെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സമയമുണ്ട്, ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സമയം. അതിന് ശേഷം അവനെ കമ്പൽ ചെയ്യുന്നു ചില കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് നമുക്കറിയാം സ്വഭാവ രൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലെ. റെസ്പെക്ട് ചെയ്യേണ്ടവരെ റെസ്പെക്ട് ചെയ്യാനും, എളിമപ്പെടേണ്ട സ്ഥലത്ത് എളിമപ്പെടാനും എല്ലാ കാര്യങ്ങളും അല്ലെ, നീറ്റായിട്ട് ടൈഡി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകേണ്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ പാരന്റ്സിന് നമ്മളടക്കമുള്ള എല്ലാ പാരന്റ്സിനും ചിലപ്പോൾ സമയം കിട്ടിയില്ല. പക്ഷെ ഇത് പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം ഇത് എപ്പോഴാണ് അവൻ ക്യാച്ച് ചെയ്തത് അത് തന്നെയായിരിക്കും വലുതാവുമ്പോഴും അവൻ അല്ലെ തുടർന്നുകൊണ്ട് പോകും. സോ എന്താണ് ഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ കമ്പൽസീവ് ആയിട്ട് ചെയ്യേണ്ട സമയത്ത് തന്നെ കമ്പൽസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് പോകേണ്ടതാണ്. പിന്നെ അതേമാതിരി തന്നെ ഡിപെൻഡ് എന്ന് പറയുന്നതും ഇതേമാതിരി തന്നെ പാരന്റ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ പിന്നെയും അല്ലെ നമ്മൾ പഠിക്കുന്ന സ്റ്റേജിലേക്കൊക്കെ നമ്മൾ ഓരോ ട്രാക്കിലേക്ക് അവർ നയിക്കുകയാണ് അല്ലെ. ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്കൊക്കെ നമ്മൾ എന്താണ് അവര് ഓരോ സ്ഥലങ്ങളിലേക്ക് അനുസരിച്ചിട്ട് ഓരോന്ന് പഠിപ്പിക്കുകയും അങ്ങനെ നമ്മൾ സ്വയം ഇതിലേക്ക് തന്നെ നമ്മുടെ ആ ഒരു പാരന്റ്സിന്റെ ഒന്നും സഹായമില്ലാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സ്റ്റേജാണ്. ആൻഡ് മെച്ചർ, പിന്നെയാണ് നമ്മൾ പക്വത പ്രാപിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആ ഒരു അവസരത്തിൽ നിന്ന് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഒരു ഡിപെൻഡന്റ് ആവുന്ന അല്ലെങ്കിൽ കമ്പൽസീവ് ആയിട്ടുള്ള സമയത്തൊക്കെ നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള കൾച്ചറായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ സ്വായത്തമാക്കുന്നുണ്ട്. സോ ആ സ്റ്റേജ്, അത് നേരത്തെ പറഞ്ഞ ആ സ്റ്റേജസ് തന്നെയാണ് സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് ആരുടെ ഇതിലൂടെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അല്ലെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലാണിത് വീക്ഷിച്ചു പറയുന്നത്. 4 സ്റ്റേജുകളാണ്. ഡിപെൻഡന്റ് സ്റ്റേജ്, കമ്പൽസീവ്, എഡിബിൾ ആൻഡ് മെച്യൂർ. Then concept of stages of growth provides a meaningful perspective from which to view organization conduct. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഓരോ കാഴ്ചപ്പാടുകളിലേക്ക് എത്തുന്നത് അല്ലെ. മീനിങ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളിലേക്ക് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേജുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എങ്കിൽ അതിന് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. കാരണം ഈ പറഞ്ഞ മാതിരി തന്നെ അല്ലെ നിയന്ത്രണങ്ങൾ കൊടുക്കേണ്ട സമയത്ത് നിയന്ത്രണങ്ങളൊക്കെ കൊടുത്ത് അല്ലെ നമ്മള് പക്വതയെ ആർജിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ, അതായത് ഒരു നിലപാട് ഓരോ വ്യക്തികൾക്കും നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Experienced managers become aware of the stages that their employee often to go through and they learn how to deal with these stages to promote maximum growth for the individual and for the organization. ഓക്കെ, നമ്മള് ഇത് വെച്ച് നോക്കുമ്പോഴല്ലേ ഇതിപ്പോ വ്യക്തികളുടെ ഒരു വികസന കാര്യങ്ങളാണ് അല്ലെ. അതേസമയം നമുക്ക് എന്താണ് ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലാണ് ഇവരെ നയിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് മാനേജേഴ്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആദ്യം തന്നെ അവരെ ആശ്രയിച്ചിട്ട് അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മളെ പാരന്റ് പ്രായം മനസ്സിലാക്കുന്ന മാതിരിയൊക്കെ പറഞ്ഞു കൊടുക്കും. ദെൻ ചില കാര്യങ്ങളൊക്കെ കമ്പൽ ചെയ്ത് കൊടുക്കും. ദെൻ ചിലതൊക്കെ സ്വന്തം ചെയ്യാനായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കും. ഓരോ സ്റ്റേജിലുള്ള ഓരോ ഡ്യൂട്ടികളൊക്കെ എത്തിക്കാം. ദെൻ അവസാനം അവർക്ക് സ്വന്തം അല്ലെ അവരുടെ ഡ്യൂട്ടികളൊക്കെ സ്വന്തം തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു പക്വതയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോഴും നമുക്കറിയാം മാക്സിമം ഗ്രോത്ത് ഓരോ ഇൻഡിവിജ്വലിനും നേടിയെടുക്കാൻ സാധിക്കും. ഓർഗനൈസേഷനിൽ തന്നെ അവർക്ക് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കും അല്ലെ. ഓർഗനൈസേഷനിൽ നമ്മൾ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നല്ലൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ അല്ലെ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ ഡ്യൂട്ടി ചെയ്യേണ്ടതെന്നും ആരൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്നും ആർക്കാണ് റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അല്ലെ ആരൊക്കെയാണ് ഒബേ ചെയ്യേണ്ടത് നമ്മൾ അനുസരിച്ച് കീഴ്വഴങ്ങി ഡ്യൂട്ടികൾ ചെയ്യേണ്ടതെന്നും എന്നെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു
അല്ലെ ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടി അവിടെ ഡെവലപ്പ് ചെയ്ത് ആ വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് നല്ല മെച്ചറോട് കൂടിയിട്ട് അല്ലെ പക്വതയോട് കൂടിയിട്ട് ജോലി ചെയ്ത് തീർക്കും എന്നുള്ളതാണ് ഇവിടെ അവിടെ പ്രധാനമായിട്ട് നിർദ്ദേശിക്കുന്നത്. ഇനി വീണ്ടും ട്രേറ്റ്സിലേക്ക് വരാണ്. എന്താണ് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി ഫോർമേഷൻ ആർ ഓൾസോ ബേസ്ഡ് ഓൺ എന്താണ് സൈക്കോളജി. അക്കോർഡിംഗ് ടു സം ട്രേറ്റ് തിയറീസ് ഓൾ പീപ്പിൾ ഷെയർ common traits like social, political, religious and aesthetic preference, but each individual's disposition differ from all others. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു മനഃശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ലെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. അവര് സാംസ്കാരികമായിട്ടും അതേമാതിരി തന്നെ പല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഈ സ്വഭാവ രൂപീകരണത്തിനോടൊപ്പം തന്നെ ചില സോഷ്യൽ അല്ലെ സാമൂഹിക ചുറ്റുപാടുകളോടും കൂടി നമ്മൾ പൊരുത്തപ്പെടുന്നു. രാഷ്ട്രീയപരമായിട്ടും സാമുദായികപരമായിട്ടും എല്ലാം തന്നെ അല്ലേ നമ്മൾ അതിനോട് തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് കേസ് അതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇൻഡിവിജ്വല് എന്താണ് വളർന്നു വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് അവരുടെ സ്വഭാവത്തിൽ ഇതെല്ലാം തന്നെ മിക്സ് ചെയ്യുക അല്ലെ. നല്ലൊരു സമൂഹത്തില് അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അതായത് നല്ല വശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വരുന്ന ഒരു പൗരൻ എന്ന നിലയിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പൊ സ്റ്റേജസുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ്ലി നമ്മള് എന്താണ് ഡിറ്റർമിനൻസ് സ്റ്റേജ്, അതിനുശേഷമാണ് സ്റ്റേജസ് ഓരോ ഘട്ടമായിട്ടുള്ള സ്റ്റേജിലേക്ക് വരിക. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രത്യേകമായിട്ട് വീക്ഷിച്ചു വരുന്നതാണ്. അതായത് നേരത്തെ പറഞ്ഞ ഡിറ്റർമിനൻസ് കാലഘട്ടം തന്നെയാണ് കുറച്ചും കൂടി ഒരു കമ്പൾസീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ എടുത്തു പറഞ്ഞ് നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കി തരുന്നത്. എന്താണ് ട്രേസ്, അവസാനം അവര് സ്വഭാവത്തിലേക്ക് എത്തുകയാണ്. സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് അല്ലെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ നമ്മൾ സാമൂഹികമായിട്ടും സാമുദായികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കുറെ സ്വാധീനങ്ങളുണ്ട് അല്ലെ. അതും കൂടി എന്താണ് ആ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലേക്ക് വിളിച്ചത്. ഓക്കെ, ചിലര് പറയില്ലേ ചില പക്ക രാഷ്ട്രീയക്കാരനാണ്, ഓക്കെ പക്ക ഒരു ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ പക്ക ഒരു ഹിന്ദുയിസം ആണ് എന്നൊക്കെ പറഞ്ഞാൽ അവര് അവരുടെ ആ ഒരു ഇതിലേക്ക് അല്ലെ അവരുടെ ആ ഒരു സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ അനുകരണത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയാണ് അല്ലെ. കുറച്ചും കൂടി ബോൾഡ് ആയിട്ട് നമ്മൾ വളർന്നു വരികയാണ്. അപ്പൊ ഇതെല്ലാം ഒരു പേഴ്സണിന്റെ ഏതൊരു പേഴ്സൺ ആണെങ്കിലും ആ പേഴ്സണിന്റെ ആ വളർച്ചയിൽ ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് വരുമ്പോഴത് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് അല്ലെ. നമ്മളിപ്പോ നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ച മാത്രമേ ഹോസ്പിറ്റലിലെ വർക്കുമായിട്ട് ഈ പേഴ്സണാലിറ്റികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യമാണ് അടുത്തതിലേക്ക് വരുന്നത്. ഇത് ജസ്റ്റ് എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണോ? എന്തായാലും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഇതുണ്ട്. കാരണം പോർഷൻസ് നമുക്ക് കവർ ചെയ്യണം. പക്ഷെ എന്താ പറയാ ഇതിലേക്ക് എത്തുമ്പോഴാണ് ഇത് എന്തിനാണ് ഈ ഉദ്ദേശിക്കണേന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. അതായത് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലേക്ക് ഈ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സുകൾ നമ്മൾ എങ്ങനെ വിലയിരുത്തി വരുന്നതെന്ന് നോക്കാം. ഈ പറഞ്ഞ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ നിന്ന് നമ്മൾ ആർജിച്ച കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. സം ഓഫ് ദ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ദാറ്റ് ഡിസൈഡ് what kind of behavior and demonstration at work include the following. Okay, ഒരു വ്യക്തിത്വ അല്ലെ വ്യക്തിത്വ വികസനം ഈ പറഞ്ഞ മാത്രമേ ജന്മം മുതൽ നമ്മൾ നേടിയെടുക്കുകയാണ് അല്ലെ. ആ ഒരു സ്വഭാവ സവിശേഷതയിലൂടെയാണ് അത് മൊത്തമായിട്ട് നമ്മൾ നേടിയെടുക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ നേടിയെടുക്കുന്ന ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ആ ഒരു സ്വഭാവത്തിലേക്ക് കുറെ കാര്യങ്ങൾ കൂടി അല്ലെ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പൊ അതില് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുട്ടിസ്ഥലത്ത് ഇത് പല കാര്യങ്ങളിലും ഡിപ്പെൻഡബിൾ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു ഇതില് പ്രധാനമായിട്ടും നമ്മൾ ഇത് എങ്ങനെയാണ് ആശ്രയിക്കുന്നതെന്ന് നോക്കാം. അതായത് നീഡ് പാറ്റേൺ, അതേമാതിരി തന്നെ ഇതാണ് ലോക്കസ് ഓഫ് കൺട്രോൾ, ഇൻട്രോവേഷൻ ആൻഡ് എക്സ്ട്രാവേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ ഇതില് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇൻഡിവിജ്വലിന് ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഒരു നേരത്തെ പറഞ്ഞ ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പൊ അത് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് അല്ലെ, ഈ ഓർഗനൈസേഷനെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് നീഡ് പാറ്റേൺ ആണ് ഇവിടെ എടുത്ത് പറയുന്നത്.
അതായത് Tears and Practitioner 1976 developed a scale for the 4 individuality needs that express themselves in the work setting. ഓർഗനൈസേഷനിൽ നമ്മൾ ആ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിൽ എങ്ങനെയാണ് ഇതൊക്കെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അദ്ദേഹത്തിന്റെ അവരുടെ അഭിപ്രായത്തില് the needs for achievement, application, autonomy and dominance അല്ലെ. These who are high in accomplishment engage themselves proactively in work behavior in order to feel proud about their achievements and success. അതായത് ചില നേട്ടങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജോലി സ്ഥലത്ത് സ്വയം നമ്മൾ കുറെ കാര്യങ്ങൾ പ്രകടിപ്പിക്കണം അല്ലെ. പ്രധാനമായിട്ടും ഇങ്ങനെ സ്വയം പ്രകടിപ്പിക്കാനായിട്ട് 4 കാര്യങ്ങളാണ് അതില് ഇൻക്ലൂഡഡ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് അവര് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ് ആപ്ലിക്കേഷൻ അല്ലെ. അച്ചീവ്മെന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോപ്പറേറ്റീവ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത കാണിക്കേണ്ടതാണ്. അതേമാതിരി തന്നെ ഓട്ടോണമി എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതേമാതിരി തന്നെ ആധികാരികത അല്ലെ. എല്ലാത്തിനും ഒരു അധികാരം അല്ലെ ഡൊമിനൻസ് വേണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ നമ്മള് ഇപ്പൊ കണ്ട പേഴ്സണാലിറ്റിയില് അല്ലെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓർഗനൈസേഷനില് വ്യക്തിത്വം അല്ലെ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ കാണുന്നതാണ് നീഡ് പാറ്റേൺ. നീഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ പാറ്റേൺ ആവശ്യമാണെന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ഏത് പാറ്റേണാണ് നമ്മൾ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രധാനമായിട്ടും ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു രീതി അവിടെ ആവശ്യമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആധികാരികമായിട്ട് അല്ലെ ആധിപത്യം പുലർത്തേണ്ട കാര്യങ്ങളിലൊക്കെ ആധിപത്യം തന്നെ പുലർത്തി കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. Those who are high accomplishment engage themselves proactively in work behavior in order to feel proud about their achievements and success. അങ്ങനെ വരുമ്പോഴാണ് അവരെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ നേട്ടത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കേസ് നമുക്കറിയാം അല്ലെ ഒരു ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വതന്ത്രത്തോടു കൂടിയിട്ട് വലിയ സ്ട്രെസ്സൊന്നും കൊടുക്കാതെ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആധികാരിക അല്ലെ ഇത് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമുക്ക് ഓരോ ഓർഗനൈസേഷനിലെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Those are high in need for application like to work cooperatively with other. Those high in the need for dominance are very effective by operating in an environment where they can actively enforce their official authority. Okay, നമുക്കറിയാം ഇങ്ങനെ അല്ലെ നമ്മള് അഭിമാനം കൊള്ളുന്നവരാണ് എപ്പോഴും അല്ലെ. അതായത് നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടികളിൽ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് നമുക്ക് അഭിമാനം കൊള്ളുന്ന ഒരു ഇത് ഉണ്ടാവണം. അതായത് എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യം അല്ലെ. അത് എനിക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ മറ്റുള്ളവരൊക്കെ സപ്പോർട്ടിങ് കൂടി ആവശ്യമായിട്ട് വരാം. എങ്കിൽ കൂടി നമുക്കത് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ എന്താണ് ഒരു സ്വയം അല്ലെ സ്വാഭിമാനം എന്ന് പറയാം അല്ലെ. നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു അവജ്ഞയായിരിക്കും. അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താണ് കോപ്പറേറ്റീവ് ആയിട്ട് ചെയ്യാനെങ്കിലും സ്വയമേ നമുക്ക് അഭിമാനം നേടിയെടുക്കാനായിട്ടുള്ള ഒരു സന്നദ്ധത അവിടെ ഉണ്ടാവണം. എന്താണ് വീണ്ടും പറയാണ് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ആധിപത്യം ആവശ്യമുള്ളവര് തങ്ങളുടെ ഔദ്യോഗിക അധികാരം അല്ലെ അത് സജീവമായിട്ട് നടപ്പാക്കണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തില് ഉള്ള അന്തരീക്ഷം അങ്ങനെ ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിന് എന്താണ് വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും സ്റ്റിയേഴ്സ് ആൻഡ് എന്താണ് അദ്ദേഹം അല്ലെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് പറയുന്നത്. സ്റ്റിയേഴ്സ് ആൻഡ് ബ്രൈറ്റ്യൂൻസ് 1976 ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചെടുത്ത കാര്യത്തില് പ്രധാനമായിട്ട് പറയുന്നു. ഓക്കെയാണോ? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? നിങ്ങൾ ആ ഒരു ഭാഗം ഒന്നെടുത്ത് വായിച്ചു നോക്കുക. അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇൻ ഓർഗനൈസേഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രൊഡക്ഷന്റെ ഒരു അഭാവം കൂടി ഉണ്ട്. അതായത് ഒരു സെന്റൻസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്സിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു തരാം. ആ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയതിനു ശേഷം പോയിന്റ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഓക്കെ, വായിച്ചു നോക്കിയോ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഒരു ലൈൻ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല, കാരണം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതായത് നമ്മളിപ്പോ കണ്ടു ഓരോ വ്യക്തികളും വികസിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിലെ പല ഘടകങ്ങളും ആശ്രയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഇതുമാതിരി തന്നെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് കിടക്കുമ്പോഴും അല്ലെ, ഏതൊരു സ്ഥാപനത്തിലേക്ക് കിടക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിക്കും ചിലത് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും അല്ലെ, ചിലതില് കൂടുതൽ പ്രാവീണ്യം അവർക്ക് ഉണ്ടാവും, ചിലതില് ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ എന്താണ് ചില ശുഭാപ്തി വിശ്വാസം, ഒക്കെ എനിക്ക് ഇത് സംഭവിച്ചത് എന്തുകൊണ്ടോ, ഇൻ കേസ് ചിലപ്പോൾ വേണമെങ്കിൽ അവരുടെ ആ ഒരു സമയദോഷം കൊണ്ടാണെന്നുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന ചിലരുണ്ടാവും. അപ്പൊ ചിലത് അങ്ങനെയൊക്കെ ഒരു മനോഭാവങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ടാവും. ചിലത് കൺട്രോളിങ് പവർ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ ഉണ്ടാവാം. ചിലത് എന്താണ് ഈ പറഞ്ഞ മാതിരി തന്നെ സ്വയം സ്വാഭിമാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെ, അവർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു ടെൻഡൻസി വരുമ്പോഴുണ്ടാവുന്ന ആ ഒരു പ്രത്യേക അഭിമാനം അല്ലെ, അതൊക്കെ ചെയ്ത് വെച്ച് പുലർത്തിക്കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ താല്പര്യമുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിലെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, സം ഓഫ് ദി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ദാറ്റ് ഡിസൈഡ് വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ ആർ ഡെമോൺസ്ട്രേറ്റ് ആയിട്ട് വർക്കിംഗ് ഫോർ ദ പോയിന്റ്. അതായത് ഒരു വർക്കില് നമ്മൾ ഇങ്ങനെ ഓരോ വ്യക്തികളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ചില പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഘടകങ്ങൾ അതിനെ ആശ്രയിച്ച് നിർത്തിയിട്ടുണ്ടോ അല്ലെ. അപ്പൊ അവരെ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ
ഓരോ ഇതിലേക്ക് ഓരോ ജോലി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏത് വ്യക്തികളെയാണ് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് കൊടുക്കുന്നത്. അത് ആ വ്യക്തിയുടെ പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ മനസ്സിലാക്കിയിട്ട് വേണം ആ വ്യക്തിയെ അതിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ താഴെ പറയുന്ന ഒരു ഘട്ടങ്ങളിലെല്ലാം തന്നെ ഒരു 10 ഫാക്ടേഴ്സിൽ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ എന്താണ് ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റി വികസനങ്ങളാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ചില രീതിയിൽ ഡെവലപ്പ് ചെയ്ത വ്യക്തികളാണെങ്കിൽ മറ്റൊരു പേഴ്സൺ വേറെ രീതിയിൽ ഡെവലപ്പ് ചെയ്ത വ്യക്തികളാണ് അല്ലെ. അപ്പൊ ഓരോ വ്യക്തിക്കും പേഴ്സണാലിറ്റി നമുക്കറിയാം, പേഴ്സണാലിറ്റി എല്ലാവരും വ്യത്യസ്തമാണെന്നുള്ളത്. ജോലിയിലും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും ഉണ്ടാകും. ഓക്കെയാണോ? അത് ഓക്കെയാണോ? ക്ലിയറാണോ? ജോലിയിലും ചില കഴിവുകളും പ്രത്യേകമായിട്ടുള്ള മനോഭാവങ്ങളും ഉള്ള വ്യക്തികൾ ഉണ്ടായിരിക്കില്ലേ? ആയിരിക്കോ? ആരെങ്കിലൊക്കെ റെസ്പോണ്ട് ചെയ്യാട്ടോ. കാരണം ഇത് ജസ്റ്റ് ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ആ ഒരു സെന്റൻസിന്റെ മീനിങ് മാത്രം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്രിബ് ചെയ്ത് തന്നെ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഓരോ വ്യക്തികളെ നമ്മൾ ഓരോ പൊസിഷനിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അത് വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് ആ ഒരു പൊസിഷൻ കൊടുക്കാനായിട്ട്. അപ്പൊ ഓരോ വ്യക്തിയും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മാനേജറിന് വളരെ പ്രധാനപ്പെട്ട ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അല്ലെ, ഒരു ജോബാണ്. സോ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് ലീൻ പാറ്റേഴ്സ് അല്ലെങ്കിൽ ലോക്കസ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ എന്താണ് ഇന്റർവേഷൻ ആൻഡ് എക്സ്ട്രാവേഷൻ, ടോളറൻസ് ആൻഡ് ആംബിഗിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് പ്രത്യേകമായിട്ട് എടുത്തു കൊടുക്കുന്നത്. അതായത് ഓരോ വ്യക്തിയെ ഏത് കാറ്റഗറൈസ് ചെയ്ത് ജോലിയിലേക്ക് നിയമിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഘടകങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ വികസനം, ഓർഗനൈസേഷനിലുള്ള വ്യക്തിത്വ വികസനം, അതായത് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നിലപാടുകൾ. ഓക്കെ, ക്ലിയർ ആണോ? ആ കാര്യം ഐഡിയ ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത്. ഇനി നമുക്ക് ഓരോ പോയിന്റിലേക്ക് നോക്കാം. നമ്മൾ കണ്ടു എന്താണ് ഈ പറഞ്ഞ അല്ലെ, നീഡ് പാറ്റേൺ അല്ലെ. ഇവിടെ പാറ്റേൺ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതായത് പാറ്റേൺ എങ്ങനെ ആവശ്യമാണെന്ന് പറയുന്നത്, അതായത് ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടു എന്താണ് ചിലർ അപ്ലിക്കേഷൻ, ഓട്ടോണമി ആൻഡ് ഡൊമിനൻസ് എന്ന് പറഞ്ഞു അല്ലെ. അതായത് ചിലർക്ക് എന്താണ് കോപ്പറേറ്റ് ചെയ്ത് അല്ലെ ഒരു ഒന്നിച്ചു നിന്ന് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവുള്ളൂ. ചിലപ്പോൾ അവർക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ ഒറ്റയ്ക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് വന്ന് പോകാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവുണ്ടാകും. അപ്പൊ ഇതെല്ലാം ആവശ്യമാണ് അല്ലെ. ഈ പറഞ്ഞ മാതിരി ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കേണ്ടതും ആവശ്യമാണ്. സ്വതന്ത്രമായിട്ടുള്ള കാര്യം ആവശ്യമാണ്. ഡൊമിനൻസ് അല്ലെ, ആധിപത്യം പുലർത്തേണ്ടതും ഏതൊരു തൊഴിലിലും ആവശ്യമാണ്. ചിലരെ തിരിച്ചറിയാനായിട്ട് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളെ നമുക്ക് നേതൃസ്ഥാനത്ത് നിർത്താനായിട്ട് വേണോ വേണ്ടേ അല്ലെ. ചിലർ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയൊക്കെ ഏൽപ്പിക്കാൻ അല്ലെ. നമുക്കറിയാം ഓരോ യൂണിറ്റിന്റെ മാത്രം ചുമതല ഏൽപ്പിക്കാൻ പറ്റുന്ന വ്യക്തികളാണോ, അല്ലെങ്കിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ യോഗ്യമായ വ്യക്തിയാണോ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഡിപ്പാർട്ട്മെന്റിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം അവരെ നിയമിക്കാനായിട്ട്. സോ ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് the need of achievement, application, autonomy and dominance. These who are high in accomplishment engage themselves reactively in work behavior in order to feel proud about their achievements and success. Okay, ഇത് നമുക്കറിയാം. ഹൈ ആയിട്ട് നമുക്ക് എന്തെങ്കിലും അല്ലെ നമുക്ക് നേടണമെങ്കിൽ in order to അതിൽ നമ്മൾ പ്രാധാന്യം അല്ലെ അവിടെ ചില നേട്ടങ്ങളിൽ നിലവാരം നന്നായിട്ട് തന്നെ തങ്ങളുടെ നേട്ടങ്ങളിലൊക്കെ വിജയങ്ങൾ അത് അഭിമാനിക്കുന്നവരായിട്ട് ജോലിയിൽ പെരുമാറണം എന്നുണ്ടെങ്കിൽ അവർക്ക് മുൻകൈ എടുത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു പവർ ജോലി ഏൽപ്പിച്ചു കൊടുക്കാം. ചിലര് അല്ലെ അവർക്ക് ഒറ്റക്കെട്ട് അല്ലെ നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രൗഡായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സക്സസ് അല്ലെ അതിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. Then those high in need for application like to work cooperatively with others. ചിലർക്ക് എന്താണ് മൊത്തത്തിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിവുള്ള വ്യക്തികളുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പാടാക്കി കൊടുക്കാം. Then those high in their need for dominance are very effective while operating in environment where they can actively enforce their official authority. ഓക്കെ, ആധിപത്യം ആവശ്യമുള്ളവർ അല്ലെ അങ്ങനെ ഉള്ള മനോഭാവം നമുക്ക് ഇങ്ങനെ ആധിപത്യം പുലർത്തിക്കൊണ്ട്
പോകണം, അധികാരങ്ങളൊക്കെ സജീവമായിട്ട് ലഭ്യമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ഉള്ള അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ അത്തരത്തിലുള്ള വർക്കുകളാണ് അവരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നീഡ്സ് പാറ്റേണിൽ നമുക്കറിയാം വ്യക്തികളെ നമുക്ക് ഓരോ ഇതിലനുസരിച്ചിട്ട് നിയമിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതില് അവരുടെ കാഴ്ചപ്പാടില് അല്ലെ അവര് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഈ വർക്കുകൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും അപ്ലിക്കേഷൻ അച്ചീവ്മെന്റ്, അപ്ലിക്കേഷൻ, ഓട്ടോണമി ആൻഡ് ഡൊമിനൻസ് അതില് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ അത്തരത്തിലുള്ള വർക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അഭിമാനം സ്വന്തം ചെയ്തു എന്നുള്ള പ്രൗഡ് അംഗീകരിക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. അതേമാതിരി തന്നെ ആധിപത്യം പുലർത്തിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമുള്ള പേഴ്സണുകൾ ഉണ്ടാവാം. അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം. ഓക്കെ ആണോ? നീഡ് പാറ്റേൺസ് ക്ലിയർ ആണോ ഇപ്പോ? എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഒന്നും കൂടി എടുത്തത്. ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെയാണ്. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കുക, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ വികസനമാണ് അല്ലെ, വ്യക്തിത്വ വികസനമാണ്. അത് ഓരോരുത്തർക്കും പല രീതിയിൽ നേടിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഓർഗനൈസേഷനിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് അല്ലെ പോകുമ്പോൾ അവിടെ ഏത് തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടത്. നമുക്കറിയാം ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ആയിരിക്കാം, അതേമാതിരി തന്നെ എക്സ്പീരിയൻസ് ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ ചിലതിലേക്ക് അവരെ ചൂസ് ചെയ്ത് വിടേണ്ടതുണ്ടാവും അല്ലെ. ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ജോബുകളൊക്കെ വരുമ്പോൾ ആ ഒരു പാറ്റേൺ തിരിച്ച് അവരെ വിടേണ്ടതുണ്ടാവും. അപ്പൊ അവര് ഏത് തരത്തിലുള്ള പാറ്റേൺ അല്ലെ, ഏത് തരത്തിലുള്ള കഴിവുള്ള പേഴ്സൺസ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ആ ഒരു ഘട്ടത്തിലേക്ക് തിരിച്ചു വിടണം. ഓക്കെ, അപ്പൊ അതാണ് നീഡ് പാറ്റേൺസില് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? അടുത്തത് ക്ലിയർ ആയോ? ഇത് പതിയെ പതിയെ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം വ്യക്തിത്വമായിട്ടുള്ള ഓർഗനൈസേഷനിലേക്കും കൂടി നിങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോകും. കാരണം എന്തായാലും ഫസ്റ്റ് പോയിന്റിൽ ഒക്കെ ആണെങ്കിൽ അടുത്ത പോയിന്റ് തുടങ്ങി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.